കാതിലിറങ്ങുകയാണ് നമ്മുടെ LDF പഞ്ചായത്ത് ഭരണസമിതി ബഹുമാനായ വൈസ് പ്രസിഡന്റും മറ്റും. ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്തട്ടെ. ഇവിടെ പറയുന്നത് ജനപ്രതിനിധികളായ വൈസ് പ്രസിഡന്റുമാരായ ഒരു പ്രാദേശിക സർക്കാരിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരെ കുറിച്ച് ആരും ഇത് കുടുംബപരമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാനൊരു ജനപ്രതിനിധിയായി വന്നപ്പോൾ എന്നെ ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശം ഇവിടുത്തെ പൊതുജനങ്ങൾക്കുണ്ട്. അതെന്നെ ചോദ്യം ചെയ്യപ്പെടും. ഏത് വേദിയിലും എന്നോട് ചോദ്യം ചെയ്യപ്പെടും. എന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റാണെങ്കിലും എന്റെ ഭാഗത്തുനിന്നുള്ള പോകട്ടരങ്ങളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇവിടുത്തെ ഭരിക്കുന്നവരെയും CDS ചെയർപേഴ്സണെയും ഞങ്ങൾ പറയുമ്പോൾ ഇത് ഏതെങ്കിലും വ്യക്തിബന്ധങ്ങൾ തകർക്കാനോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ആരെങ്കിലും തകർക്കാനോ അതല്ലെങ്കിൽ കുടുംബപരമായി ആരെങ്കിലും ഇല്ലായ്മ ചെയ്യാനോ വേണ്ടി ഉദ്ദേശിച്ചല്ല. ഇത് പൊതുജനങ്ങളുടെ ബാധ്യതയാണ്, കടപ്പാടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം ആളുകളുടെ ബന്ധുക്കളായി ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണമെന്ന് സാധനം ഉണർത്തുകയാണ്. ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മള് സഹോദരങ്ങളായ പല്ലാരിമംഗലത്തിന്റെ വികസനത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷേ അവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് പകരം ഏതാനും പേർ ചേർന്നുകൊണ്ട് ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ട് ദുർഭൂതം ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു ഗതികേടിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പല്ലാരിമംഗലം പഞ്ചായത്തില് അവർ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു. ഇവിടുത്തെ UDF വിമർശിക്കുന്നില്ല, വിയോജനക്കുറിപ്പ് കൊടുക്കുന്നില്ല. ബഹുമാനായ ഗോവിന്ദനോട് സൂചിപ്പിച്ചതുപോലെ വിയോജനക്കുറിപ്പ് എന്നത് ഒരു പരിഹാസ മാത്രമാക്കി മാറ്റിവെച്ചിരിക്കുക. അതിന്റെ ഗൗരവം അവർക്കറിയില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ പ്ലൈവുഡിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് ടാക്സ് വർധനയോടെ നടന്നു. ഇത് ജനങ്ങളുടെ മേൽ ഭാരമാണ്. സാമ്പത്തികമായി ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മേൽ ഇത്രയേറെ ടാക്സ് വർദ്ധിപ്പിക്കരുത്. വർഷാവർഷം 5% വെച്ച് വീടുകൾക്ക് വർദ്ധിപ്പിക്കുന്നു. പുതിയ പെർമിറ്റ് സംവിധാനത്തെ വർദ്ധിപ്പിക്കുന്നു. കേവലം 30 രൂപയുണ്ടായിരുന്ന ഒരു പെർമിറ്റിന്റെ അപേക്ഷ കൊടുക്കുന്നതിനുണ്ടായിരുന്നത് 1000 മുതൽ മേലേക്ക് ഉയർത്തപ്പെട്ടു. അതേപോലെ കേവലം 1500 രൂപയിൽ താഴെ 2000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയുന്നതിന് പെർമിറ്റ് ഫീസ് വന്നിരുന്നത് ഇന്നത് 20,000-ന്റെ മേലേക്ക് കവച്ചു വെച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്യുകയും പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായ ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് നോട്ടീസ് നൽകി കമ്മിറ്റി കൂടുകയും ചെയ്തപ്പോൾ ഞങ്ങളെ അവഹേളിച്ച് സർക്കാർ ഉത്തരവാണ്, ഞങ്ങൾ നടത്തും, നിങ്ങൾ വിയോജനം എഴുതിയിരിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചവരാണ്. ഇപ്പോൾ തിരുത്തിക്കൊണ്ട് ബഹുമാനരായ അബൂബക്കറോട് സൂചിപ്പിച്ചതുപോലെ 100 രൂപ കട്ടെടുത്തിട്ട് 25 രൂപ തിരിച്ചു കൊടുക്കുമെന്ന ഒരു ശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ജനങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ അകത്തളത്ത് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വേണ്ട വിധത്തിൽ ശക്തമായി ഞങ്ങൾ വിനിയോഗിച്ചവരാണ് ഞങ്ങൾ 6 പേരും. ഇത് വർദ്ധിപ്പിക്കരുത്. ഇവിടുത്തെ ജനങ്ങൾ പാമരരാണ്. സാമ്പത്തികമായി ഒരുപാട് താഴേക്ക് പോയിട്ടുള്ള ഈ സന്ദർഭത്തിൽ ടാക്സ് വർധനവിനെതിരെ പ്രതിഷേധിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ ആരും ചെവിക്കൊണ്ടില്ല. ജനങ്ങൾ അത് വിലക്കെടുത്തില്ല. കാരണം എന്താ? ജനങ്ങൾ പറഞ്ഞു കെട്ടിടമുണ്ടാക്കുന്നവർക്കല്ലേ എന്ന്. പക്ഷേ സ്വന്തം കീശയിൽ നിന്ന് വലിയ സംഘങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് ആരും തിരിച്ചറിയില്ല. ഇപ്പോൾ പലർക്കും പ്രതികരണ ശേഷിയൊക്കെയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മറ്റു സമയം കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പ്രതിഷേധം എന്നത് അല്ലെങ്കിൽ വിയോജന കുറിപ്പ് എന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത, ഇപ്പോൾ ഞങ്ങളുടെ വേദിയിൽ ഒരു വനിതാ മെമ്പർ പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങളുടെ മുന്നിൽ കയറുകയുണ്ടായി. പക്ഷെ അന്ന് ഇവിടെ നടന്ന ഈ 17-ാം തീയതി 27-ാം തീയതി നടന്ന വേദിയിൽ കുറെ വനിതാ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കേവലം മൂങ്ങകളെ പോലെയോ കുട്ടിക്കുരങ്ങിനെ പോലെയോ അവിടെ ഇരുന്ന് ചിരിച്ചു പരിഹസിച്ചു കളിച്ചു എന്നല്ലാതെ അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായമില്ല. അവരുടെ പാർട്ടി ഏമാമാരെന്ത് പറഞ്ഞു വിട്ടുവോ അതനുസരിച്ച് അവരിവിടെ പുറകെ വന്നിരുന്നു. ഞങ്ങളതല്ല, പ്രതികരണ ശേഷിയോടെ ജനാധിപത്യ സംവിധാനത്തെ ആരുടെ മുന്നിലും ഒരു മടിയും കൂസലുമില്ലാതെ പ്രഖ്യാപിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവിലൂടെയാണ് ആശ്രിത മെമ്പറുടെ മുന്നിൽ വന്നത്. മറ്റുള്ളവർ സംസാരിക്കാനുണ്ട്, സമയക്കൂടെ നിർത്തും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു നാടിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഭരണസമിതി ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ ചെയ്യേണ്ടത് പ്രാദേശികമായ ഞങ്ങൾ 13 പേരെയും വിളിച്ചിരുത്തി. ഈ പ്ലൈവുഡ് കമ്പനികൾ മാരകമാണ്. ഇത് വിഷനിശ്ചിതമാണ്. നാടിലെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്വൈരവികാരം തടസ്സപ്പെടുന്നതാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ കയറി വന്നുകൊണ്ട് ഇവിടെ നിരന്തരം പലരെയും വേട്ടയാടപ്പെടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് ഇത് നിരോധിക്കണം, നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞ് ഒരു മേശയ്ക്ക് ചുറ്റും ഒരു ചർച്ച നടത്തി തീരുമാനിക്കേണ്ട കാര്യം. മറിച്ച് എന്താണ് അവർ ചെയ്യുന്നതറിയോ? നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അവരെ പെരുമ്പാവൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും മലപ്പുറയിൽ നിന്നും പ്ലൈവുഡ് കമ്പനിക്ക് വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്ന് ഇവിടെ സ്ഥലം നിലവില്ലാത്ത പൊന്നും വിലയ്ക്ക് വാങ്ങി
കാറിന് വരുമ്പോൾ അവരാദ്യം കാണേണ്ടത് ഷാജി മുഹമ്മദിനെയാ, കടവൂര് പോയി. പിന്നെ കാണേണ്ടത് ബക്കർ സാഹിബിനെ, പാർട്ടിയാ. അവർക്ക് അച്ചാരം വെച്ച് അവർക്ക് ഓഫർ നൽകി അവരെ നേടിയെടുത്തുണ്ടാക്കുമ്പോൾ ഭരണസമിതിയുടെ അക്ഷരാർത്ഥത്തിൽ മൂങ്ങകളെ പോലെ മൂങ്ങസാക്ഷിയായി അനുവദിച്ചു കൊടുക്കുന്ന ആ പ്രക്രിയക്ക് അവർ കുറ്റപ്പെടുത്തിയത് ആരെയാ? ഈ 6 മെമ്പർമാർ, UDF മെമ്പർമാർ ഞങ്ങൾ നിശബ്ദത പാലിച്ചത്രേ. ഞങ്ങൾ ആരും വിയോജനക്കുറിപ്പ് കൊടുത്തില്ലത്രേ. ഞങ്ങൾ വിയോജനക്കുറിപ്പ് കൊടുത്തിരുന്നെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഒരു തടസ്സവുമില്ല. കാരണം എന്താ? 8 പേരുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന പ്രസിഡന്റ് ഇന്ന് 7-ൽ നിൽക്കുകയാണ്. ആ 7 എങ്ങനെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയണം, നിങ്ങൾക്കൊക്കെ അറിയാം. ഏതുമാകട്ടെ 7 പേര് മൂങ്ങകളായി അവിടെ നിൽക്കുമ്പോൾ ആ 7 പേരുടെ സർവ്വസമ്മതത്തോടു കൂടി ഏതൊരു തീരുമാനത്തെയും പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന ജനാധിപത്യത്തെ കുറിച്ച് ബോധവാന്മാരാണ് ഞങ്ങൾ അവിടെ എതിർക്കപ്പെടുമ്പോൾ ഈ വരുന്ന മുതലാളിയുടെ പിന്നാലെ അവർ ചെല്ലും. അവർ 6 പേര് എതിരാവും, രക്ഷയില്ലാട്ടോ, ഞങ്ങൾ പാസ്സാക്കണില്ല. അതുകൊണ്ട് 5 പോരാ, 10 പോരാ, 50 പോരാ, 1 കോടി ഉള്ളാൽ ഞങ്ങളത് പാസ്സാക്കി തരാം എന്ന് വിലപേശി ഇവരുടെ വരുമാനത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ഈ പഞ്ചായത്തിലേക്ക് കയറിയാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് 8,000 രൂപ, ഏറ്റവും കൂടിയ പ്രസിഡന്റ് 15,000 രൂപ മാസം കിട്ടുന്നത്. ഇവരുടെ വരുമാനത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ പഞ്ചായത്തിലെ ഫണ്ട് കൊണ്ടാണോ? കുറെ കോൺട്രാക്ടർമാരെ കൊണ്ട് കഴിഞ്ഞ വർഷം ഫണ്ടുകൾ ലാപ്സായി. കോൺട്രാക്ടർമാരിൽ നിന്ന് വിലപേശി പൈസ ആവശ്യപ്പെട്ടു, അവർ കൊടുക്കാൻ തയ്യാറാകാതെ ഈ പ്രദേശത്തേക്ക് വന്നില്ല. അതുകൊണ്ട് കുറെ വർക്കുകൾ നടക്കാതെ പോയി. അതുകൊണ്ടാണ് 1,38,00,000 രൂപ സ്പിൽ ഓവർ ആയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ എതിർക്കുന്നത് കൊണ്ട് അത് മറ്റൊരു പിന്നാമ്പുറത്തിലൂടെ വലിയ സംഖ്യ വാരിക്കൂട്ടാൻ, കോഴയുണ്ടാക്കാൻ അവസരം കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പ്രതികരിച്ചു. ഈ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വന്ന ആദ്യ യോഗത്തിൽ ഞങ്ങൾ വളരെ സൗഹൃദമായി കരീംഖായും ഞങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി നല്ല നിലയ്ക്ക് പോയി. മുന്നോട്ട് പോകുമ്പോൾ 3ാമത്തെ യോഗത്തിലാണ് എന്റെ ഓർമ്മ, മഹാരാജാസ് സ്കൂൾ ഒരു കമ്പനിക്കെതിരെ അവിടുത്തെ പ്രാദേശിക ഭാഷകൾ കൊടുത്ത ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന യോഗം വിളിച്ചു. അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പല്ലാരിമംഗലത്തിന്റെ ഏറ്റവും വലിയ നാശമാണ് പ്ലൈവുഡ്. നമുക്ക് ഒറ്റക്കെട്ടായി ഇത് വേണ്ടാന്ന് വെക്കണം. ഇനി ഒരു പ്ലൈവുഡ് കമ്പനിയും നമ്മുടെ പഞ്ചായത്തിൽ കൊടുക്കരുത്. ഒരു മെമ്പർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണിത്. മെമ്പർ സജീവമായി ജീവൻ നഷ്ടപ്പെട്ടാലും അതിന് മുന്നിൽ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ആ പ്രദേശത്ത് കൊണ്ടുവരാൻ കഴിയില്ല, നാട്ടിലായിരിക്കാം. അതുകൊണ്ട് ജനങ്ങൾ പൈസ മുടക്കി, സമ്പത്തിറക്കി, സ്ഥാപനങ്ങൾ പടർന്ന് മുടക്കാനും സമരം ചെയ്യാനും അതിന്റെ പിന്നാമ്പുറത്തോട് സംഭാവന വാങ്ങാനും വരുന്നതിനേക്കാൾ നല്ലത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഈ പ്രദേശത്ത് സ്ഥലം വാങ്ങാൻ വരരുത്, ഈ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനിയുമായി വരരുത്, നിങ്ങൾ പൈസ മുടക്കിയാൽ അത് നിങ്ങൾക്ക് ലാപ്സ് ആകും എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഭരണസമിതി. അതുകൊണ്ട് ഇതിനകത്ത് നമുക്കൊരു ഏകീകരിച്ച തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ബഹുമാനനായ വൈസ് പ്രസിഡന്റ് സംസാരിച്ച ശൈലിയാണ് 1ാം വാർഡ് മെമ്പർ നിങ്ങളുടെ മുന്നിൽ കൽപ്പിച്ചത്. വികസനത്തിൽ ഞങ്ങൾ ഒരിക്കലും തടസ്സമല്ല. രാജ്യത്ത് നാട്ടിലെ വ്യവസായമതിന് ഞങ്ങൾ എതിരല്ല. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ആരെതിർത്താലും ഇവിടെ അത് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. സർക്കാർ അനവധി വഴികൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എതിർക്കുക എന്ന് പറഞ്ഞാൽ വെറും പുച്ഛത്തോടെ എന്നോട് പറയുന്നത് നടക്കാൻ പോണ കാര്യമല്ല എന്നാ. പക്ഷേ ഞാൻ എന്റെ വാർഡിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഗ്രാമസഭ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനിയായ പ്രസിഡന്റിന് കത്ത് കൊടുത്തപ്പോൾ 2-2.5 മാസക്കാലം അത് വെളിച്ചം കണ്ടില്ല. വീണ്ടും ഞാൻ യോഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി. അവസാനം എനിക്ക് അംഗീകാരം തന്നു. ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ സ്വന്തം പേരിൽ അടിച്ചിറക്കിയ 2ാം വാർഡ് ജനുവരി 5-ാം തീയതി, ഈ 2024 ജനുവരി 5-ാം തീയതി ഇറക്കിയ നോട്ടീസും അവിടെ കൂടിയ മുഴുവൻ ആളുകളും ഒരു വ്യക്തി പോലും എതിർക്കാതെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് 2ാം വാർഡിൽ ഇനി ഒരു പ്ലൈവുഡ് ആകട്ടെ, പശക്കമ്പനി ആകട്ടെ, അതുപോലെ ദുർഗന്ധം വമിക്കുന്ന കമ്പനി ആകട്ടെ, ഒന്നിനും അംഗീകാരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ വരാൻ ഞങ്ങൾ അതിന് എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് അവിടുത്തെ വാർഡ് കമ്മിറ്റിയുടെ ഗ്രാമസഭ തീരുമാനിക്കുകയുണ്ടായി. ഇവിടെ ഒരു ഗ്രാമസഭ നടന്ന കോലമാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഓട്ടോയിൽ വന്നവരും തൊപ്പി കൊണ്ട് വന്നവരൊക്കെ പറഞ്ഞു, ആരാണ് ക്ലോക്ക് വിഴുങ്ങി ഒരു കുളവയറുമായിട്ട് കയറി വന്നത്, അരിവാൾ ചിറ്റിക പിടിച്ചിരുന്ന അധികാരത്തിൽ വന്നത് എന്തിന്റെ പേരാണ് ചിന്തിക്ക്? ടൈം പീസുമായിട്ട് നടന്നതിന് മുമ്പ് ആ ടൈം പീസ് വിഴുങ്ങിയിട്ട് അരിവാൾ ചിറ്റികയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ഉറപ്പിക്കാൻ വേണ്ടി കോഴ കൊടുത്ത്, അതേപോലെ ശരിക്കും പറഞ്ഞാൽ പേയ്മെന്റ് സീറ്റ് വാങ്ങി ആരെയും കൂസാതെ ഒരു പാർട്ടിക്കാരനെയും പേടിക്കാതെ എന്ത് വിടുവായത്വവും ദാർശനികം കാണിക്കുവാൻ മുന്നോട്ട് വന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് നിലവിൽ നമുക്കുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഒരു സ്ത്രീയുടെ കോലത്തിലല്ല, ഒരു സ്ത്രീയുടെ സാമാന്യ ബുദ്ധിയിലല്ല, ഒരു സ്ത്രീയുടെ പക്വതയോട് കൂടിയിട്ടല്ല ഇവിടെ പഞ്ചായത്ത് ഭരണം നടക്കുന്നതും ഞങ്ങളെ പോലുള്ള
പേരിലുള്ള പ്രതിപക്ഷ മെമ്പർമാരെ കാണുന്നു എന്ന് കൂടി നിങ്ങൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. ആർക്കോ ഇതൊരു തറവാട് സ്വത്തായി ലഭിച്ച പ്രീതിയാണ് അവർ ഇവിടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. പലപ്പോഴും എന്നോട് പറഞ്ഞു, എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഞാൻ സസ്പെൻഡ് ചെയ്യുമെന്ന് എന്നെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞതാണ് ബഹുമാന്യയായ പ്രസിഡന്റിന്റെ പേരിൽ ഇത്തരം നാട്ടിൽ നടക്കുന്ന അരാജകത്വത്തെയും ദുർഭരണത്തെയും ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഞങ്ങളാരും ഓടുമുറുക്കി ഇറങ്ങി വന്നവരല്ല. ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ വരേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന 6ാം വാർഡ് സബിയ സലീം ഇതിനു മുമ്പ് UDF മെമ്പറായി ഈ പഞ്ചായത്തിൽ വാണിരുന്നതാണ്. അന്ന് ഇവിടെ മൂത്രം ഒഴിക്കാൻ, വെള്ളം എടുത്തു വെക്കാനും ചായ കൊണ്ടുവരാനും 2 ആളുകളുണ്ട് എന്ന് 2000 പറയുമ്പോൾ ഈ സബിയ UDF മെമ്പറാ. അതിനുശേഷം ഇപ്പോൾ അത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നു. അപ്പൊ കാൽമാറ്റവും രാഷ്ട്രീയ ചതിയും വഞ്ചനയും ഒക്കെ ഇത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാന്യനായ ഈ വൈസ് പ്രസിഡന്റ് ബ്ലോക്കിലേക്ക് ജയിച്ചത് എങ്ങനെയാ, ആരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്? സ്വയം സമ്മതിക്കണം, മറ്റുള്ളവരെ പുച്ഛിക്കരുത്. മുഖത്ത് നോക്കി നിങ്ങളെ സഹായിച്ചവരെ അടിച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്, മറിച്ച് ജനങ്ങളുടെ കടമയും കടപ്പാട് പുലർത്താനും നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നമ്മൾക്ക് കഴിയണം. അതാണ് ഒരാളെ ഏൽപ്പിക്കുന്ന അധികാരത്തിലൂടെ നാം ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ആരും അന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അംഗീകാരത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ അവിടെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് UDF മുസ്ലിം ലീഗിനും വേണ്ടി അതിനകത്ത് ശബ്ദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാനൊരു മുസ്ലിം ലീഗുകാരനായി ജനിച്ചവരും വളർന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ ഉറക്കെ ഏത് സ്ഥലത്തും പറയും, ഞാനൊരു മുസ്ലിം ലീഗുകാരൻ ആണ്. പക്ഷെ മത്സരിച്ച ചിഹ്നം ചിലപ്പോൾ വേറെ ആയിരിക്കാം. പക്ഷെ ഈ ചിഹ്നം വേറെ പല ചിഹ്നത്തിലും മത്സരിച്ചവർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആക്ഷേപിക്കുന്നതിന് ഒരു പരിധി കണ്ടെത്തണമെന്ന് ഞാൻ പറയുകയാണ്. അതേപോലെ പാറമടയാകട്ടെ, പ്ലൈവുഡ് ആകട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. ഞാനൊന്ന് ചോദിക്കുന്നു, 4 വർഷം പൂർത്തിയായി. ഈ വർഷം 1 മാസം മുമ്പ് കമ്മിറ്റി വിളിച്ചു. അവരുടെ തന്നെ പക്ഷത്തുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഞങ്ങൾക്കൊപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ വർഷം ഞങ്ങളൊക്കെ ഓരോ വാർഡിലെയും 2, 3, 4 റോഡുകൾക്ക് എഴുതി കൊടുത്തു. അതാണ് ഒരു മെമ്പറുടെ ജോലി. ഫണ്ട് വരുമ്പോൾ ആ ഫണ്ട് ഏത് റോഡിന് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് മെയിൻ്റനൻസ് ഗ്രാൻഡാണ്. ടാറിങ്ങോ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ റോഡിന് ചെയ്യാനേ പറ്റില്ല, സമ്മതിക്കില്ല. അത് സർക്കാർ നിയമമാണ്. അത് സമ്മതിക്കുകയുമില്ല. ഈ ചുറ്റുപാടിൽ ഞങ്ങൾ എഴുതി കൊടുത്തു. ഒരു വാർഡിലേക്ക് കുറഞ്ഞത് 12 ലക്ഷം രൂപ പ്രതീക്ഷിച്ച് ഈ പ്രാവശ്യം ബജറ്റ് പോലും അവതരിപ്പിക്കാതെ നേരത്തെ തന്നെ ഫെബ്രുവരിയിൽ, കാരണം ഇലക്ഷൻ വരികയാണ്, ഇലക്ഷൻ വന്നാൽ അതിന്റെ പേരിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ബജറ്റ് 12 ലക്ഷം പ്രതീക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് 3-4 റോഡ് എഴുതി കൊടുത്തു. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങളോട് പറഞ്ഞത് 1 രൂപ പോലും പുതിയ പദ്ധതിക്കില്ല. അത് കഴിഞ്ഞ സ്പിൽ ഓവർ ഉള്ളതുകൊണ്ട് 1,38 ലക്ഷം രൂപയും അതിലേക്ക് വകമാറി പോകുന്നത് കൊണ്ട് പുതിയ പദ്ധതിക്ക് പൈസയില്ല. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വാർഡിലേക്ക് 4,36,000 രൂപ കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും ചെറിയ റോഡിന്റെ കഷ്ണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നാടിന്റെ വികസനത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ പിടിഞ്ഞുകൊണ്ട് ജനങ്ങളെ ടാക്സ് ഇനത്തിലാകട്ടെ, യൂസർ ഇനത്തിലാകട്ടെ, ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സർക്കാർ ഒരു പഞ്ചായത്ത് തലത്തിലേക്ക് ഒരു ഫണ്ടും അനുവദിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുകയോ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാൻ ഇവർക്ക് കൂട്ടായ ഒരു പരിശ്രമം ഇവരുടെ ഭാഗത്തില്ല. കൂട്ടായ മറ്റുള്ളവരെ കൂടി ഒരുമിച്ച് കൂടി സർക്കാരിനെതിരെ ഒരു സമരാഹ്വാനം ചെയ്യാൻ ഇവർ തയ്യാറല്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം അവർ ഇഷ്ടപ്പെടുന്നു എന്ന് കേവലം നാം മനസ്സിലാക്കുക. ഇതേപോലെ ഞാൻ അക്കമിട്ട് വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തൊപ്പി കാക്ക അല്ലെങ്കിൽ തൊപ്പി ലീഗ്, തൊപ്പി മെമ്പർ. എന്താണ് തൊപ്പിക്ക് കുഴപ്പം? ഇതിനു മുമ്പും CPM-കാരാ പെരുമ്പാവൂർ കൂടിയ മുഞ്ചക്കൽ അലിയാർ സാഹിബ് തൊപ്പി വെച്ചു എന്ന കാരണത്താൽ CPM-കാരാ നീ പള്ളിയിലും മുസ്ലിങ്ങളുടെയും എല്ലാം ഏറ്റെടുക്കുന്ന, പ്രതിനിധിത്വം പോലും ഏറ്റെടുക്കുന്ന CPM-കാരാ നിനക്ക് തൊപ്പി അലർജിയാണ്. കാരണം വെള്ളിയാഴ്ച യോഗം വിളിക്കരുത് എന്ന് പറഞ്ഞ ആദ്യത്തെ കമ്മിറ്റിയിൽ കരീമൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന മെമ്പർമാരുണ്ട്. വെള്ളിയാഴ്ച ദിവസം രാവിലെ യോഗം വിളിക്കരുത്, പള്ളിയിൽ പോകാൻ ഒരുങ്ങാനെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ സെക്രട്ടറിയാണ് സംഭവിച്ചു. പക്ഷെ അന്നേരം അവിടെ നിന്ന് പരിഹസിച്ചത് ബഹുമാനായ വൈസ് പ്രസിഡന്റ്. അവർക്ക് നിസ്കാരം, ഞങ്ങൾക്ക് ആർക്കും നിസ്കാരം ഇല്ലാത്തതല്ലേ? ഇവിടെ കുറച്ചു പേർക്കല്ലേ നിസ്കാരമുള്ളൂ. വെള്ളിയാഴ്ചയാണ് മനസ്സിലാക്കണം. രാവിലെ 10 മണിക്കൊരു യോഗം കൂടിയാൽ